കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന് വികാരനിർഭരമായ യാത്രയയപ്പ്. തലക്കേറ്റ് ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വീട്ടിലെത്തി അടിയന്തര സഹായം കൈമാറി മന്ത്രി വി.എൻ. വാസവൻ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് വീണ്ടും നിപ. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് പിന്നാലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം മരിച്ച മങ്കട സ്വദേശിയായ 18-കാരിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സമ്പർക്ക പട്ടികയിൽ 345 പേർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക്. നാളെ പുലർച്ചെ യാത്ര തിരിക്കും. മയോ ക്ലിനിക്കിൽ ഒരാഴ്ച തുടർ ചികിത്സ. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നും ചിത്രം കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാക്കുകയെന്നും കോടതി. ഭാരതാംബയെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം 2 ആഴ്ചയ്ക്കകമെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ. ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി റവന്യൂ മന്ത്രി കെ രാജൻ. ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നും ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത പടവെട്ടിക്കുന്നിലെ ആളുകളുടെ ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തീരുമാനം തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ബിജെപിയുമായി സഖ്യത്തിനില്ല. കോഴിക്കോട് കുന്നമംഗലം, ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കമ്മാണ്ടിക്കടവ് പാലം ശോചനീയാവസ്ഥയിൽ. കൈവരി പോലുമില്ലാത്ത പാലത്തിലൂടെ കുട്ടികളും യാത്ര ചെയ്യുന്നു. പാലം തകർന്നത് കഴിഞ്ഞ പ്രളയകാലത്ത്. ഉടൻ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ. വീണ്ടും കാൾസനെ ഞെട്ടിച്ച് ഗുകേഷ്. പരിഹാസത്തിന് ചെസ് ബോർഡിൽ മറുപടി. ഗ്രാൻഡ് ചെസ് ടൂറിലും കാൾസനെ വീഴ്ത്തി. 10 പോയിന്റുമായി ഗുകേഷ് 1-ാം സ്ഥാനത്ത്. എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 407 റൺസിന് പുറത്ത്. ഇന്ത്യക്ക് 180 റൺസിന്റെ ലീഡ്. മുഹമ്മദ് സിറാജിന് 6 വിക്കറ്റ്. ഹാരി ബ്രൂക്കിനും ജെയ്മി സ്മിത്തിനും സെഞ്ചുറി. അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ ദി വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കി ജനപ്രതിനിധി സഭ. ബില്ലിൽ ട്രംപ് ഉടൻ ഒപ്പുവെക്കും. ക്രൂരമായ ബില്ലെന്ന് ജോ ബൈഡൻ. സ്റ്റോറി ഓഫ് ദി ഡേ. തളിർവെറ്റിലയിൽ തളിരിട്ടത് ജീവിതമാർഗം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. ബിന്ദുവിന്റെ വീട്ടിലെ സ്ഥലപരിമിതിയെ തുടർന്ന് സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ഇതിനിടെ ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലയ്ക്ക് പറ്റിയ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന് നാട് വിടചൊല്ലി. ബിന്ദുവിന്റെ വീട്ടിൽ സ്ഥലപരിമിതിയുള്ളതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള സഹോദരിയുടെ വീട്ടുവളപ്പിലാണ് ചിതയൊരുക്കി സംസ്കാരം നടത്തിയത്. മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിച്ചു. നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തിയത്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവലും വൈക്കം എം.എൽ.എ. CK ആശയും ബിന്ദുവിന് അന്തിമോപചാരം അർപ്പിച്ചു. 11 മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ തുടങ്ങി നിരവധി നേതാക്കളും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇതിനിടെ ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപകടത്തിൽ തലയോട്ടി പൊട്ടി ആന്തരിക ഭാഗം പുറത്തുവന്നു. വാരിയലുകൾ പൂർണ്ണമായും ഒടിഞ്ഞ നിലയിലായിരുന്നു. ശ്വാസകോശം, ഹൃദയം, കരൾ ഉൾപ്പെടെ ആന്തരികാവയവങ്ങൾക്ക് ഗുരുതര ക്ഷതമേറ്റതായും റിപ്പോർട്ടിലുണ്ട്. വളരെ ദാരുണമായിരുന്നു ബിന്ദുവിന്റെ മരണമെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമൃത ന്യൂസ്, കോട്ടയം.
കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട് മന്ത്രി വി.എൻ. വാസവൻ സന്ദർശിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി. സാമുവൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി. പുന്നൂസ് തുടങ്ങിയവർക്കൊപ്പമാണ് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി, ഭർത്താവ് വിശ്രുതൻ, മക്കളായ നവനീത്, നവമി എന്നിവരുമായി മന്ത്രി സംസാരിച്ചു. അടിയന്തര ധനസഹായമായി 50,000 രൂപയും കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ബിന്ദുവിന്റെ മകന് മെഡിക്കൽ കോളേജ് HDS കീഴിൽ താൽക്കാലിക ജോലി നൽകും. സ്ഥിരം ജോലിയുടെ കാര്യം പിന്നീട് തീരുമാനിക്കും. മകൾ നവമിയുടെ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തുമെന്നും ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ക്യാബിനറ്റ് ചേർന്ന് അടുത്ത ക്യാബിനറ്റ്, സാധാരണഗതിയിൽ വലിയ തുകകൾ എപ്പോഴും തീരുമാനിക്കുന്ന ക്യാബിനറ്റാണ്. അത് കൃത്യമായി കളക്ടർ റിപ്പോർട്ട് അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹം നാളെ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതി അയക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് കൊടുക്കുന്ന ധനസഹായം പ്രഖ്യാപിക്കും. ആ കുട്ടിയുടെ ചികിത്സയാണ് വീണയുടെ. ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഒരു സർജറി അനിവാര്യമാണ്. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെയുണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെൻറ്റും ഈ ഹോസ്പിറ്റലിൽ ചേർന്ന് ഏറ്റെടുക്കുകയാണ്. കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. മന്ത്രി വീണ ജോർജ് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ മന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മുഖവിലക്കെടുക്കുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു. മിനിസ്റ്റർ എന്നെ വിളിച്ച് ഞാൻ സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യവും പറഞ്ഞു. അവിടെ ഉണ്ട് അഗാധമായ ദുഃഖമുണ്ട് പുള്ളിക്കാരത്തി അതിനകത്ത് പങ്കുചേരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാമെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് മിനിസ്റ്റർ പറഞ്ഞു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ 2ാം ദിനവും പ്രകടമായത് വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിലും പുറത്തും ശക്തമായ സമരങ്ങൾ അരങ്ങേറി. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം പരിധിവിട്ടതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വരും ദിവസങ്ങളിലും കോൺഗ്രസും BJPയും അടക്കമുള്ള സംഘടനകൾ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിന്റെ മരണമുണ്ടായതിനു പിന്നാലെ സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വീഴ്ച ഉയർത്തിക്കാട്ടി വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും BJPയുടെയും നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടന്നു. ബഹുജന മാർച്ചോടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ മാർച്ച് സമാധാനപരമായിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരം ഒരു പടി കൂടി കടന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പോലീസിന് നേരെ കാലിവീപ്പകൾ വലിച്ചെറിഞ്ഞു. ഇതോടെ പോലീസ് 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് മെഡിക്കൽ കോളേജ് വളപ്പിനുള്ളിൽ കടന്ന് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ഇതേസമയം തന്നെ BJPയുടെയും സമരം ആരംഭിച്ചിരുന്നു. ആദ്യം മെഡിക്കൽ കോളേജ് വളപ്പിന് വെളിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച പ്രവർത്തകർ പിന്നീട് പോലീസ് വലയം ഭേദിച്ച് മെഡിക്കൽ കോളേജ് OP വിഭാഗത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ B. രാധാകൃഷ്ണ മേനോൻ, നാരായണൻ നമ്പൂതിരി, N. ഹരി, ലിജിൻ ലാൽ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJPയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രതിപക്ഷ സംഘടനകൾ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു.
കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ചത്. രക്ഷാപ്രവർത്തനം 2.5 മണിക്കൂറോളം മുടങ്ങിയിരുന്നു. സംസ്ഥാനമൊട്ടാകെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ കുടുംബ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശവപ്പെട്ടിയുമായി പ്രതിഷേധ മാർച്ച് നടത്തി. പത്തനംതിട്ട കുലശേഖരപ്പെട്ടയിലെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് വച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പത്തനംതിട്ടയിലെ മന്ത്രിയുടെ ഓഫീസിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച 9 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിലെ MLA ഓഫീസിലേക്ക് BJP പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തി. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തും പ്രതിഷേധം ശക്തമായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. പ്രതിഷേധം BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം തകർന്നതിന് ശേഷം അത് ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനമടക്കം ആരംഭിക്കാൻ വൈകിയ സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിലെ 2 മന്ത്രിമാരുൾപ്പെടെ നേരിട്ടാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാപ്രവർത്തകർ ബിന്ദു മരണപ്പെട്ടതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോലം കത്തിച്ചു. മന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. നാളെ യൂത്ത് ലീഗ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിരോധം തീർത്ത് സർക്കാരും CPM-ഉം. അപകടം നടന്ന് 1.5 ദിവസത്തിന് ശേഷം പ്രതികരിച്ച മുഖ്യമന്ത്രി മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുമെന്നും ആരോഗ്യവകുപ്പ് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത്. ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതില്ലെന്നും പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്നത് അനാവശ്യ പ്രചരണവുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം മുറവിളി ഉയർത്തി സംസ്ഥാന വ്യാപക പ്രതിഷേധം ശക്തമാക്കുമ്പോഴും സർക്കാരും പാർട്ടിയും വീണ ജോർജിന് പൂർണ്ണ സംരക്ഷണം നൽകുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്ന് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധം കൊടുങ്കാറ്റായി മാറിയിട്ടും ആരോഗ്യവകുപ്പിന്റെയും മന്ത്രിയുടെയും നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിരോധം. കോട്ടയത്ത് അപകടമുണ്ടായ ശേഷം ആശുപത്രി സന്ദർശിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി 1.5 ദിവസത്തിന് ശേഷമാണ് വാർത്താക്കുറിപ്പിലൂടെ മൗനം വെടിഞ്ഞത്. ദൗർഭാഗ്യകരമായ സംഭവമെന്നും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ ശക്തമാക്കുമെന്നും അറിയിച്ചു. ആരോഗ്യമേഖല കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തെ തണുപ്പിക്കുകയാണ്. 4 വർഷത്തിനിടെ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി മന്ത്രിയുടെ രാജി ആവശ്യം തള്ളുകയാണ്. നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലയാണ്. ആദ്യം അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, അവിടെ സൂപ്രണ്ട് പറഞ്ഞ കാര്യം അത് സൂപ്രണ്ടും പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുടനീളം സമരം നടത്താൻ തീരുമാനിക്കുക. ഇതിനിടെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ച ആരോഗ്യമന്ത്രി 2 ദിവസത്തിനകം താൻ നേരിട്ടെത്തുമെന്നും അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട DMO ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ചെറുഭാഗം അടർന്നു വീണു. കളക്ടറേറ്റിലെ 4ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഇടനാഴിയുടെ മേൽക്കൂരയിലെ ചെറുഭാഗമാണ് അടർന്നു വീണത്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനായി ഇരിപ്പിടങ്ങൾ ഇട്ടിട്ടുണ്ട്. അടർന്നു വീണ സമയം ഇരിപ്പിടങ്ങളിൽ ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. സംസ്ഥാനത്തെ ആശുപത്രികളിലെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടമരണവും ഡോക്ടർ ഹാരിസിന്റെ തുറന്നുപറച്ചിലും ഗൗരവതരമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അടിസ്ഥാന സൗകര്യവും സജ്ജീകരണവും ഉറപ്പുവരുത്തണമെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഫലപ്രദമായ ഭരണനിർവഹണത്തിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയും സർക്കാർ ആശുപത്രികളിലെ അനാരോഗ്യകരവും അപര്യാപ്തവുമായ അസൗകര്യങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു കൂട്ടം പൊതുപ്രവർത്തകർ പൊതു താൽപര്യ ഹർജി നൽകിയിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിക്കുവാൻ ഇടയായ സാഹചര്യവും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ
വെളിപ്പെടുത്തലുകളും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും സർക്കാർ ആശുപത്രി മേഖലയിലും മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് കൃത്യമായ നിരീക്ഷണ സംവിധാനം കൊണ്ടുവരണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും അനാസ്ഥയും പരിമിതികളും അക്കമിട്ട് നിരത്തി പരിഹാരം തേടിക്കൊണ്ടാണ് ഹർജി. പൊതുജനാരോഗ്യ രംഗത്തും സർക്കാർ ആശുപത്രി സംവിധാനത്തിലും ക്രിയാത്മകമായ മാറ്റം നിർദ്ദേശിച്ചും നടപ്പാക്കിയും ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സർക്കാരിനുമെതിരെയാണ് പൊതുതാൽപര്യ ഹർജി. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് പിന്നാലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം മരിച്ച മങ്കട സ്വദേശിയായ 18-കാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേർ ഉള്ളതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണ്. പാലക്കാട് ജില്ലയിലെ നാട്ടുകലിലും മലപ്പുറം ജില്ലയിലെ മങ്കടയിലുമാണ് നിപ്പ സ്ഥിരീകരിച്ചത്. നാട്ടുകൽ സ്വദേശിയായ 38-കാരി രോഗബാധയെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും രോഗം സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളിലും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇവിടെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാവൂ. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 100-ലേറെ പേരെ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി. യുവതിയുടെ വീടിനു സമീപമുള്ള പാലോട്, കരിങ്കല്ലത്താണി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീടാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവതി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല. വിശദമായ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതേസമയം മങ്കട സ്വദേശിയായ 18-കാരി കഴിഞ്ഞ 1-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയത്. മങ്കടയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മരണപ്പെട്ട 18-കാരിയെ ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. 3 ജില്ലകളിലും 26 കമ്മിറ്റികൾ വീതം രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അമൃത ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു. 10 ദിവസത്തേക്കാണ് വിദേശയാത്ര. നാളെ പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് യാത്ര തിരിക്കുക. മടങ്ങി വരുന്നതുവരെ പകരം മറ്റാർക്കും ചുമതല നൽകിയിട്ടില്ല. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 ദിവസത്തേക്ക് യാത്രയാകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നില്ല. തുടർ ചികിത്സ മാറ്റിവെക്കാനാകാത്തതിനാലാണ് ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും സ്റ്റാഫ് അംഗവും ഉണ്ടാകും. ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. 2023-ലാണ് ഇതിനു മുമ്പ് ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. അന്ന് പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല. ഇത്തവണയും ചുമതല നൽകിയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ഹൈക്കോടതി. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തില്ല. സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് കോടതി. സർവകലാശാലയിൽ ചാൻസലർ വരുമ്പോൾ പരിപാടി റദ്ദാക്കുകയാണോ വേണ്ടതെന്നും കോടതിയുടെ ചോദ്യം. ഗവർണർ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന യോഗം റദ്ദാക്കിയതിന് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിൽ ഇടപെടാതെയാണ് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ഭാരതാംബ എങ്ങനെയാണ് മതചിഹ്നമാകുന്നതെന്ന് കോടതി ചോദിച്ചു. ഭാരതാംബ ചിത്രം സെനറ്റ് ഹാളിൽ വെച്ചാൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്നും കോടതി ചോദിച്ചു. ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലയിൽ യോഗത്തിന് വരുമ്പോൾ യോഗം റദ്ദാക്കുന്ന നടപടി ഒരു രജിസ്ട്രാർക്ക് ചേർന്നതാണോ എന്നും കോടതി ആരാഞ്ഞു. SFI ABVP സംഘർഷം ഉണ്ടാകുമെന്ന് കരുതിയാണ് യോഗം റദ്ദാക്കിയതെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. സർവകലാശാല ഹാളിൽ പ്രദർശിപ്പിച്ച ചിത്രം ഹിന്ദു ദേവതയുടെ മതചിഹ്നമായി തോന്നിയെന്ന് സെക്യൂരിറ്റി ഓഫീസർക്കാണെന്നും ഓഫീസർ അറിയിച്ചതനുസരിച്ചാണ് യോഗം റദ്ദാക്കിയതെന്നുമായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. നിയമിച്ചത് സിൻഡിക്കേറ്റ് ആയതിനാൽ വൈസ് ചാൻസലർക്ക് പിരിച്ചുവിടാനുള്ള അധികാരമില്ലെന്നും രജിസ്ട്രാർ വാദമുയർത്തി. സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്നും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ വേണ്ട ജാഗ്രത കാട്ടിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി സ്റ്റേ അനുവദിക്കാതിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം 2 ആഴ്ചയ്ക്കകമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. മറുപടി നൽകാൻ 2 ആഴ്ചത്തെ സമയമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാകുമോ എന്ന വിഷയത്തിൽ
മറുപടി നൽകുവാൻ 2 ആഴ്ച കൂടി സമയമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തിനാണ് ഇനിയും സമയം നീട്ടി ചോദിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. വിവിധ വകുപ്പുകളുമായി ചർച്ചകൾ തുടരുകയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന കർശന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. എന്നാൽ ഹൈക്കോടതിയുടെ നിരന്തര വിമർശനങ്ങളെ തുടർന്നാണ് ഇക്കാര്യം ആലോചിക്കാം എന്നെങ്കിലും കേന്ദ്ര സർക്കാർ കോടതി നിലപാടെടുത്തത്. ദുരന്തബാധിതരുടെ വായ്പകളുടെ കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ തീരൂ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ദുരന്തബാധിതർക്ക് അനുകൂലമെന്ന് തോന്നിക്കുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. ഹർജി ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കും. ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് കേന്ദ്ര സർക്കാരിനോട് അനുകൂല തീരുമാനമെടുക്കുവാൻ കോടതി നിർബന്ധിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അതിജീവിതർക്കായുള്ള ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ പുരോഗതി റവന്യൂ മന്ത്രി കെ രാജൻ വിലയിരുത്തി. ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിച്ച് വീടുകൾ കൈമാറുമെന്നും ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത പടവെട്ടിക്കുന്നിലെ ആളുകളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മന്ത്രി പ്രതികരിച്ചു. കൽപ്പറ്റയിൽ ഒരുങ്ങുന്ന വീടുകളുടെ നിർമ്മാണ പുരോഗതി മന്ത്രി വിലയിരുത്തി. മാതൃകാ വീടിന്റെ നിർമ്മാണ രീതിയും നേരിട്ട് മനസ്സിലാക്കി. 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് ഇവിടെ തണലൊരുങ്ങുന്നത്. ഇതിൽ 140 വീടുകൾക്ക് 7 സെന്റ് വീതമുള്ള അതിർത്തി നിശ്ചയിച്ചു. 51 വീടുകളുടെ അടിത്തറയും 41 വീടുകളുടെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റും പൂർത്തിയാക്കി. 19 വീടുകൾക്കായുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ സ്ഥലമൊരുക്കൽ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ മാതൃകാ വീടിന്റെ നിർമ്മാണം ജൂലൈയോടെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 410 വീട് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാരം കോരി നടപടി എടുക്കാനുള്ള 5 ഫേസുകളിലെ അഥവാ 5 സോണുകളിലെ ചിത്രം പൂർത്തീകരിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ 410 വീടുകൾ ഇവിടെ തയ്യാറാക്കും. 300 വീടുകളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കണം എന്ന വിധത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. അവരുടെ വീടുകൾ റെഡിയാണ്. മറ്റു കാര്യങ്ങൾ സർക്കാർ നോക്കി പരിശോധിച്ചു വേണം. 5 സോണുകളിലായി 410 വീടുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. ടൗൺഷിപ്പ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ പടവെട്ടിക്കുന്നിലെ ആളുകളുടെ ആവശ്യം പരിശോധിക്കുമെന്നും ദുരന്തബാധിതരെ സർക്കാർ കൈവിടില്ലെന്നും മന്ത്രി പറഞ്ഞു. കളക്ടർ DR മേഘശ്രീയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, വയനാട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തീരുമാനം തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ. BJP-യുമായി സഖ്യത്തിനില്ലെന്നും തമിഴക വെട്രിക്കഴകം. രാഷ്ട്രീയത്തിൽ പടയൊരുക്കം തുടങ്ങി ഇളയ ദളപതി വിജയ്. തന്റെ രാഷ്ട്രീയ പ്രവേശവും പാർട്ടി പ്രഖ്യാപനവും സിനിമാ സ്റ്റൈലാക്കിയ വിജയ് ഇപ്പോൾ ഇതാ മറ്റൊരു പ്രഖ്യാപനത്തിലൂടെ ആരാധകരെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. 2026-ലെ വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടൻ വിജയിയെ പാർട്ടി പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ നടന്ന തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് നിർണായക തീരുമാനം. അതേസമയം BJP-യുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് വിജയ് വ്യക്തമാക്കി. പ്രത്യയശാസ്ത്ര ശത്രുക്കളുമായോ വിഭാഗീയ ശക്തികളുമായോ നേരിട്ടോ അല്ലാതെയോ ഒരിക്കലും സഖ്യം പാടില്ലെന്ന പ്രമേയവും പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം പാർട്ടി വിജയ്ക്ക് നൽകി. TVK അംഗത്വ അടിത്തറ വികസിപ്പിക്കാനും തീരുമാനിച്ചു. ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട്ടിലുടനീളം സംസ്ഥാന വ്യാപകമായി വിജയ് പര്യടനം നടത്തും. വോട്ടർമാരെ നേരിട്ട് കണ്ടും പിന്തുണ തേടും. അടുത്തിടെ നടന്ന ഒരു സർവേയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ വിജയ് എന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ ശബ്ദമാകാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴക വെട്രിക്കഴകത്തിനായി. സംസ്ഥാന മുഖ്യമന്ത്രി പദവി എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയ്ക്ക് നിരവധി വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോഴിക്കോട് കുന്നമംഗലത്തെ കമ്മാണ്ടിക്കടവ് പാലം ശോചനീയാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുമ്പോഴും പരിഹാരം അകലെ. കുന്നമംഗലം, ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ പ്രളയകാലത്താണ് തകർന്നത്. കൈവരി പോലുമില്ലാത്ത പാലത്തിലൂടെ സാഹസികമായാണ് പ്രദേശവാസികളുടെ യാത്ര. പാലം പുനർനിർമ്മിച്ചു തരണമെന്നാണ് ഇവരുടെ ആവശ്യം. കുന്നമംഗലം, ചാത്തമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കമ്മാണ്ടിക്കടവ് പാലം യാഥാർത്ഥ്യമായത് 15 വർഷം മുമ്പാണ്. ഏറെ നാളായുള്ള പാലം എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രദേശവാസികൾ. എന്നാൽ ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത് മുൻപുണ്ടായിരുന്ന തോണിയായിരുന്നു പാലത്തേക്കാൾ ഭേദമെന്നാണ്. കാരണം 2018-ലെ പ്രളയത്തിനു ശേഷം ശോചനീയാവസ്ഥയിലായ പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് ഇവരുടെ യാത്ര.
പിലാശ്ശേരി, പൊയ്യ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് പ്രധാനമായും പാലത്തെ ആശ്രയിക്കുന്നത്. കുന്നമംഗലം പഞ്ചായത്തിലുള്ളവർക്ക് ചാത്തമംഗലത്തെ സ്കൂളിലേക്കും ആശുപത്രിയിലേക്കുമെല്ലാം എളുപ്പമെത്താൻ ആകെയുള്ള ആശ്രയം ഈ പാലമാണ്. ഇവിടെ ചാത്തമംഗലം പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ തന്നെ ചാത്തമംഗലം പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള KMCT മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇതിനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികളും വൃദ്ധരുമായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ കൈവരി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ നശിച്ചു പോയിട്ടുള്ള കൈവരി ഇതുവരെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അധികാരികളും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാലത്തിന് കൈവരിയുമില്ല. ഒരു വർഷത്തോളം ഇതിൻ്റെ കൈവരികൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നതാണ്. നന്നാക്കാതെ യാത്രക്കാർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കിടക്കുന്നത്. പാലത്തിനടിയിലെ പൈപ്പിനിടയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പുഴ ഗതി മാറി ഒഴുകുന്ന അവസ്ഥയിലാണ്. പാലം പുനർനിർമ്മിക്കാനുള്ള ആവശ്യവുമായി കുന്നമംഗലം പഞ്ചായത്തിനെ പലതവണ സമീപിച്ചെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പലവട്ടം പഞ്ചായത്തിനോടും മറ്റുള്ള അധികാരികളോടും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു മനുഷ്യജീവന് തീരെ വിലയില്ലാത്ത രീതിയിലുള്ള ഒരു നിഗമനമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏത് നിമിഷവും അപകടം സംഭവിക്കാൻ പാകത്തിലാണ് ഈ പാലമുള്ളത്. അപകടമുണ്ടായതിനു ശേഷമുള്ള പരിഹാരമല്ല പ്രദേശവാസികൾക്ക് ആവശ്യം, അതിന് മുൻപാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നവകേരള സദസ്സിൽ പരാതി നൽകിയ ശേഷം മണ്ണ് പരിശോധനയ്ക്ക് 3 ലക്ഷം രൂപ അനുവദിക്കുകയല്ലാതെ വേറൊരു നടപടിയും കുന്നമംഗലം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ചാത്തമംഗലം പഞ്ചായത്ത് മുൻ മെമ്പർ നാരായണൻ നമ്പൂതിരി പറഞ്ഞു. ഒരു 50-60 വർഷത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഒരു 15 വർഷം മുന്നേ യാഥാർത്ഥ്യമായത്. പക്ഷേ യാഥാർത്ഥ്യമായി എന്നല്ലാതെ അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ നിർമ്മാണത്തിലെ അപാകത, അന്ന് ജനങ്ങളും എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരും ഈ ബെൻഡ് പൈപ്പിൻ്റെ പാലം ഒരു പ്രാവർത്തികമാണ് അല്ല എന്ന് പറഞ്ഞതാണ് NIT പോലുള്ള സാങ്കേതിക വിദഗ്ധർ. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് അന്ന് ഇത് ഉദ്ഘാടനം കഴിച്ചത്. അതിനുശേഷം കൈവരികൾ തകർന്നു, രണ്ടാമത് ഒരു ഫണ്ട് വെച്ചു, ഏകദേശം പുഴയുടെ പരിസര പ്രദേശങ്ങൾ ഒലിച്ചുപോയി, 1.5 കോടി രൂപയോളം അത് ചെലവഴിച്ചു. എന്നാലും പാലത്തിൻ്റെ പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കൊട്ടിഘോഷിച്ച നവകേരള സദസ്സിൽ ഇതിൻ്റെ ജനങ്ങളുടെ ഒരു പരാതി പരിഗണിക്കുകയും പാലം അനുവദിക്കുന്നതിന് പകരം ഒരു 3.5 ലക്ഷം രൂപ മണ്ണ് പരിശോധനയ്ക്ക് അനുവദിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പം വോട്ട് പിടിക്കാനുള്ള മാറി മാറി വന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശ്രമം മാത്രമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, പല ഭാഗങ്ങളും അടർന്നു നിൽക്കുന്നു, കൈവരിയില്ല, പാലം വലിയ അപകട ഭീഷണിയിൽ തുടരുമ്പോഴും എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത്? നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണ് പരിശോധനയ്ക്ക് 3 ലക്ഷം രൂപ നൽകിയതല്ലാതെ മറ്റ് യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ കുന്നമംഗലം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നമുക്ക് ഈ കണ്ട കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. കാരണം എത്ര അപകടാവസ്ഥയിലാണ് പാലമുള്ളതെന്ന്. പാലത്തിൻ്റെ അടിയിലെ ഭിത്തികളെല്ലാം അടർന്നു വീഴാൻ പാകത്തിലാണ്. അതേപോലെ കൈവരിയിലില്ല. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ ഇത്രമാത്രം ദയനീയമായ അവസ്ഥയായിട്ടും പഞ്ചായത്ത് എന്തുകൊണ്ട് ഇടപെടുന്നില്ല, ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇവരുടെ നേതൃത്വത്തിൽ, അതായത് BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ ഒരു പ്രതിഷേധവും ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പിലാശ്ശേരി ഭാഗത്തുള്ളവരെ സംബന്ധിച്ചെല്ലാം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ചാത്തമംഗലം. അവർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഇടമാണ് ചാത്തമംഗലം. അവിടേക്ക് പോകാൻ അവരെ സംബന്ധിച്ച് ആകെയുള്ളൊരു പാലമാണിത്. ഈ പാലത്തിന്റെ അവസ്ഥയാണ് ഇങ്ങനെയുള്ളത്. ഈ ഒരു രാവിലെ 9 മണി സമയത്തെല്ലാം വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് പാലത്തിൽ അനുഭവപ്പെടുന്നത്. സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമാണ്. അത്തരമൊരു സമയത്ത് ഒരു വാഹനം വന്നാൽ മാറി നിൽക്കാൻ പോലുമുള്ള ഇടം ഈ ഒരു പാലത്തിലില്ല. കുട്ടികൾ മാറി നിന്നാൽ പുഴയിലേക്ക് വീഴുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള കാര്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പാലം പുനർനിർമ്മിച്ച് നൽകണമെന്ന് തന്നെയാണ്.